ശ്രോതാക്കൾക്ക് ആദരപൂർവം നമസ്കാരം. ഒരു കാര്യം കേൾക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് ആശയമാണ് നാം മനസ്സിലാക്കിയത് എന്നുള്ളതാണ് പ്രാധാന്യം. അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെ ഉണ്ടായോ? 7 അടി അകലം എന്ന് പറഞ്ഞു. 7 അടി അകലം എന്നല്ലല്ലോ, ഞാൻ അളന്നു നോക്കുമ്പോൾ 8 അടി അകലം ഉണ്ടല്ലോ. മനസ്സ് ഇത്തരം കാര്യങ്ങൾക്കല്ല പോകേണ്ടത്. നമ്മളിപ്പോ എന്താ മനസ്സിലാക്കിയത് എന്നാണ്. ഇതുകൊണ്ടാണ് പല കഥകളും കേൾക്കുമ്പോൾ അത്യന്താധുനിക കഥയൊന്നല്ല, ഒരു ആശയവും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ രചന നടത്തുന്ന സുഹൃത്തുക്കളുണ്ട്. അവരെ കുറിച്ചല്ല. പഞ്ചവടിയില് താമസ സൗകര്യമൊക്കെ ഉണ്ടായിക്കൊടുത്തു അഗസ്ത്യമുനി ശ്രീരാമനും സീതയ്ക്കും ലക്ഷ്മണനും. ഈ സൗകര്യത്തിൽ അവരവിടെ താമസിക്കുമ്പോൾ അഗസ്ത്യമുനിയാണ് ഈ സൗകര്യം ഉണ്ടായി കൊടുത്തതെന്ന്. അഗസ്ത്യമുനി എന്ന് പറഞ്ഞാൽ അകത്ത് ഈശ്വരൻ ഉള്ളത്, അതാണ് അഗസ്ത്യമുനി. നമ്മുടെ അകത്ത് ഈശ്വരൻ ഉണ്ടായാൽ നാം അഗസ്ത്യമുനിയായി. ആ അകത്ത് ഈശ്വരനെ, അഗസ്ത്യമുനിയെ പൂജിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു ചെടിയുണ്ട്, അകത്തിച്ചീര. അകത്തിച്ചീരയ്ക്ക് വലിയ ഔഷധ ഗുണം ഉണ്ട്. പുതിയ വീട് പാലുകാച്ചിന് അകത്തിച്ചീരയും കൊണ്ട് വരുന്ന ഒരു സിസ്റ്റം ഭാരതത്തിൽ പലയിടത്തും ഉണ്ട്. ആ പേരിൽ ഞാൻ ചെറുകഥ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതോ ചെറിയ കുട്ടികൾ വിളി അടങ്ങി അവരുടെ പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ട് എന്ന് പറയും. വിളി കേട്ടുമ്പോൾ തീരെ ചെറിയ കുട്ടികൾ, അവർക്ക് സാരമൊന്നും വിളിക്കാനൊന്നും അറിയില്ല. ഞാൻ ഇന്ന കുട്ടിയാണ്, ഇന്ന കോളേജിൽ നിന്നാ സ്കൂളിൽ നിന്നാ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ശരി, അഗസ്ത്യൻ ഈ സൗകര്യം ഉണ്ടായിക്കൊടുത്തു. ശ്രീരാമൻ അങ്ങോട്ട് പഞ്ചവടി ആ സമയത്ത് അവിടേക്ക് ഒരു വലിയ സിദ്ധൻ വരികയാണ്. സിദ്ധൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ ഒരു തെറ്റിദ്ധാരണ വന്നു. ആകാശത്തിന് ശൂന്യതയിൽ നിന്ന് കുമ്പളങ്ങ എടുത്ത് തരിക, അതൊക്കെ സ്ഥിതി തന്നെയാണ്. അതിനൊന്നും കുറഞ്ഞു കാണാനല്ല കേട്ടോ. സിദ്ധൻ എന്ന് പറഞ്ഞാൽ ഞാൻ വ്യാഖ്യാനിക്കുക, ഉയർന്ന ചിന്താമണ്ഡലമുള്ള വ്യക്തികൾ. അങ്ങനെയുള്ളവരുണ്ട് ഇപ്പോഴും നമ്മുടെ കൂട്ടത്തില്. ഇപ്പൊ ആൾക്കാ പണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ആരും ഇല്ല എന്ന് പറയണത് അസൂയ കൊണ്ട് പറയുന്നു. ഉയർന്ന ചിന്താമണ്ഡലമുള്ള വ്യക്തികൾ ഉണ്ട്. അങ്ങനത്തെ ഒരു മഹർഷി അവിടേക്ക് പോകും. സിദ്ധന്മാരെ, ഋഷിമാരെ, മുനിമാര് ഇഷ്ടപ്പെടുന്നവർ ഉണ്ട്. എല്ലാവരും കഞ്ചാവാണ്, എല്ലാവരും മോശക്കാരാണെന്നും പറയരുത്. ഹിമാലയ യാത്രയിൽ പണ്ട് എന്റെ സഹചാരിയായിരുന്നു വിവേകാനന്ദ ട്രാവൽസിന്റെ നരേന്ദ്രൻ. ഞങ്ങൾ പോയ നരേന്ദ്രൻ ഏത് കാഷായ വസ്ത്രക്കാരന്റെ കാൽക്കൽ ഒരു മടിയിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കും. ഒരു സൗഹൃദ വേളയിൽ ഞാൻ ചോദിക്കുന്നു, എന്തിനാ നരേന്ദ്ര എല്ലാവരുടെയും കാൽക്കൽ ഇങ്ങനെ വീഴുന്നത്? ആരാണ് മഹാൻ സിദ്ധൻ എന്ന് പറയാൻ കഴിയില്ല. ആ കൂട്ടത്തിൽ വളരെ മഹാത്മാക്കൾ ഉണ്ടാവും, അല്ലാത്തവരുണ്ടാവും. നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അത് നമ്മുടെ അക്കൗണ്ടിൽ വരുന്നില്ല. ഒരർത്ഥത്തിൽ എന്നെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. ദണ്ഡനമസ്കാരം കുറച്ച് ബുദ്ധിമുട്ടാ തോന്നിയാൽ കാല് തൊട്ടിട്ട് വന്നിക്കെങ്കിലും
ശ്രീരാമന് വലിയ ഇഷ്ടമായി. സീതയ്ക്ക് ഇദ്ദേഹത്തെ വലിയ ഇഷ്ടമായി. ഇവര് സത്സംഗം തുടങ്ങി. പല കാര്യവും രാമൻ പറയും, ലക്ഷ്മണൻ അവിടെ നിന്ന് കേൾക്കും. ഇദ്ദേഹം പലതും മുഴുവൻ ശ്രമിക്കും. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ വന്നതിനൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോ നിങ്ങൾ സുരക്ഷിതമായിട്ടാണ് താമസിക്കുന്നത് എന്നൊക്കെ ശരിയാണെങ്കിലും ഈ പ്രദേശം അത്ര സുരക്ഷിതമല്ല. കാരണം ഇവിടെ സുരക്ഷിതമല്ലാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കാൻ യോഗമുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വരികയാണ്. മാത്രമല്ല, വരാനിരിക്കുന്ന സമയത്ത് ചില മഹാന്മാർ ഇവിടെ ആദ്യം താമസം നടത്തും. അപ്പൊ ചോദിച്ചു ശ്രീരാമൻ, ആരാ നിങ്ങൾ മഹാൻ പറഞ്ഞു? വിഷ്ണുവിന്റെ അവതാരമായുള്ള രാമൻ. രാമൻ സീതയും ലക്ഷ്മണനും കൂടിയിട്ട് ഇവിടെ വന്ന് താമസിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, താമസിക്കും. അത്ര ദിവ്യസൃഷ്ടി അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അവര് താമസിക്കാൻ പോകുന്ന കാര്യമാണ്. മാത്രമല്ല, നിങ്ങളെ കണ്ടപ്പോ നിങ്ങളും മഹാത്മാക്കളാണെന്ന് തോന്നുന്നു. ആ പെൺകുട്ടിയെ കണ്ടപ്പോ സാക്ഷാൽ സീതയെ കുറിച്ചാണ് ഉദ്ദേശിക്കണേ. സാക്ഷാൽ മഹാലക്ഷ്മി അല്ലേ എന്ന് വരെ എനിക്ക് തോന്നി. കണ്ടിട്ട് കാഴ്ചയിൽ നിങ്ങൾ നിസ്സാരക്കാരല്ല. ആരായാലും എനിക്ക് വേണ്ടില്ല. എനിക്കിപ്പോ നിങ്ങൾ ആരായാലും വേണ്ടില്ല. അപ്പൊ അങ്ങിപ്പോ എന്താണ് ചെയ്യുന്നത്? ഞാൻ സദാസമയം മനസ്സിൽ രാമ 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 എന്നുള്ള വിചാരം. രാമൻ ഇവിടെ വരാൻ പോകും. രാമന് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ഇവിടെ സമ്യക് തരംഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആണല്ലേ? അയാൾ കേൾക്കുമ്പോ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കുക. എന്ത് അശാസ്ത്രീയാന്നൊക്കെ പറഞ്ഞത്. മകള് കഷ്ടപ്പെട്ട് മകളും ഭർത്താവും കൂട്ടിട്ട് ലോണൊക്കെ എടുത്തിട്ട് വീട് വാങ്ങിയല്ല, സ്ഥലം വാങ്ങി. ഇനി ലോൺ എടുക്കണം കെട്ടിടം വെക്കാൻ. മകള് വാങ്ങിയ സ്ഥലം കാണാൻ വടിയും കുത്തിയിട്ട് വൃദ്ധ പിതാവ് വരുന്നു. ആ പിതാവ് ആ സ്ഥലം നോക്കുകയും അതിലെ നടക്കുകയും ചെയ്യുന്നത് ബാക്കി എല്ലാവരും മാതിരിയാ നടക്കണം. അപ്പൊ അവിടെ ഒരു മുള്ള് കിടക്കണം. ആ മുള്ള് എടുത്ത് മാറ്റി എന്റെ മകളൊക്കെ അതിനെ വന്ന കാലുമ്പോ കൊണ്ടാലോ. ആ സ്ഥലത്തിന് പ്ലസന്റ് വൈബ്രേഷൻ, സമ്യക് തരംഗങ്ങൾ ഉണ്ടാക്കാൻ ആ കാരണവർക്ക് ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ലെങ്കിലും അതവിടെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം അങ്ങനെ അതേ ഇങ്ങനെ പറയാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ എന്റെ രാമൻ വരാൻ പോവുകയാണ്. ആ രാമൻ വരാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഇവിടെ സമ്യക് തരംഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞു ഇവരെ സൽക്കരിച്ചു. അദ്ദേഹം അവിടുന്ന് പോയി. ലക്ഷ്മണൻ ചോദിച്ചു, എന്താ രാമനെ കാണണം എന്ന് പറയുമ്പോ ഏട്ടൻ തന്നെയാണ് രാമൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് സന്തോഷം ഉണ്ടാവും. എന്തേ പറയാൻ? രാമൻ പറഞ്ഞു, 2 കാരണങ്ങളാൽ എനിക്ക് അദ്ദേഹത്തെ ഉപചരിക്കാനും സൽക്കരിക്കാനും ശുശ്രൂഷിക്കാനും ഒരു അവസരം ഇപ്പൊ കിട്ടി. ഞാൻ എന്റെ കാര്യം നോക്കണ്ടേ? ഞാനാണ് രാമൻ എന്ന് പറഞ്ഞാൽ ഇത് വല്ലതും കിട്ടുമോ? എന്നെ ഉപചരിക്കാനും സൽക്കരിക്കാനും ഇത് ആരാണ് ഇത് എന്നും കൊണ്ട് അദ്ദേഹം 2 നമസ്കാരം നടത്തില്ല. എനിക്കും ലക്ഷ്മണനും സീതയ്ക്കും അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ലേ? അതൊരു കാര്യമാണ്. 2, അദ്ദേഹം മഹാനായ വ്യക്തിയാണ്.
മഹാന്മാർക്ക് ഈ രൂപം പ്രശ്നമേ അല്ല. അതും പറഞ്ഞുതരാം. കാരണം വന്ന ഉടനെ എന്നോട് ആദ്യം പറഞ്ഞ കാര്യം നാമത്തിന്റെ പ്രാധാന്യമാണ്. നമ്മളുടെ നാമം ഒരു ചോദിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് നാമല്ല, നാമം. ഏതൊരു കാര്യവും നാമം വരുമ്പോ ഒരു രൂപമുള്ള ഉണ്ടായുള്ള സ്ഥിതിക്ക് ഇനി വേറെ രൂപം എന്തിനാ കാണുന്നു? അദ്ദേഹത്തിന് ആര് രൂപം ഒന്നും കണ്ട, നാമം. രാമ രാമ എന്നുള്ള നാമാണ്. അത് എന്നെ കാണുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ആ നാമത്തിലാണ് ഭ്രമിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇനിയും വരും, വരാതിരിക്കാം. നാമത്തെ മുറുകെ പിടിക്കുക. ഉപാസനാമൂർത്തിയുടെ നാമം. നാമത്തെ മുറുകെ പിടിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം ഇനിയിപ്പോ ആരെങ്കിലും ചെന്ന് പറയാണ് ആ ഇരിക്കുന്നത് രാമനും സീതയാനും പറഞ്ഞാൽ ഓടിയൊരൊന്നുമില്ല. ആണോ? എനിക്ക് അങ്ങനെ ഭൗതിക തലത്തിൽ അവരെ കാണുമൊന്നും വേണ്ട. നാമമാണ് പ്രാധാന്യം. രാധ പറഞ്ഞിട്ടുണ്ടല്ലോ കൃഷ്ണനെ കുറിച്ച്, എനിക്കിനിപ്പോ കൃഷ്ണനെ കാണുന്നു വേണ്ട, നാമാണ് പറയുന്നത്. ഉപാസനാമൂർത്തിയുടെ നാമം മനസ്സിലുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ശക്തി തെളിയിക്കാൻ കഴിയില്ല. ആ നാമം മനസ്സിലുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ നേട്ടം ഉണ്ടായത് എന്ന് ഇന്നത് കൊണ്ട് തെളിയിക്കാൻ നമുക്ക് കഴിയില്ല. വലിയ ശക്തിയാണ്. ആ മഹർഷിയുടെ മനസ്സിൽ രാമനാമമുണ്ട്. ആ പ്രസന്റ് വൈബ്രേഷൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. രാമൻ അത് വെളിപ്പെടുത്തിയാലും വേണ്ടില്ല, വെളിപ്പെടുത്തിയില്ലെങ്കിലും വേണ്ടില്ല, രാമൻ തന്നെ പറഞ്ഞു രാമനാമത്തെ ഭജിക്കുന്നു. ഞാനും രാമന്റെ നാമമാണ് പ്രാധാന്യം. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.